കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയോജകമണ്ഡലമാണ്. പാടെ അവഗണിച്ചു. ഞങ്ങൾക്ക് അതിൽ കടുത്ത അമർഷമുണ്ട്. തനത് വിഭവം, പിറവത്തിൻ്റെ തനത് വിഭവമാണ്. പിറവത്ത് പൈതങ്ങളുടെ നേർച്ച എന്ന് പറയുന്നത് പിടിയും കോഴിയും ആയിട്ടാണ്. ഇത് കോഴി വിളമ്പി കൊടുക്കാൻ പാടായതുകൊണ്ടാണ് പിടിയും പോത്തുമാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സും അതുപോലെ തന്നെ കാര്യങ്ങൾ വെച്ച് ഞാൻ ഒന്നാമൻ, എന്നെ സ്നേഹിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. അങ്ങനെ ഏൽപ്പിച്ച് ഒരു കാറ്ററിംഗുകാരൻ തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതും, അദ്ദേഹം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും, അദ്ദേഹം തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതും. വളരെ ആത്മാർത്ഥമായിട്ട് പുറത്തെ ജനങ്ങൾ ഉൾപ്പെടെ വർക്ക് ചെയ്തതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ UDF വഞ്ചിച്ച് മറുചേരിയിലേക്ക് പോയി. നമസ്കാരം. വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ കോട്ടയം ലോക്സഭ LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ്റെ തോൽവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിറവത്തെ ഒരു കൂട്ടം ജനങ്ങൾ. UDFൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു തോൽവി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനത്തിൽ ഈ തോൽവി ആഘോഷിക്കുവാൻ വേണ്ടി അവർ 2 പോത്തിനെയാണ് ഇവിടെ ഭക്ഷണമാക്കുന്നത്. പിടിയും പോത്ത് വരട്ടിയതുമാണ് നാളെ 8 മണി മുതൽ പിറവത്തെ ടൗണിൽ വിതരണം ചെയ്യുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? അന്വേഷിക്കാം. കോൺഗ്രസിൻ്റെ പിറവം ബ്ലോക്ക് സെക്രട്ടറി വർഗീസ് ചേട്ടൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇത്തരത്തിൽ മുൻകൂട്ടി ഒരു പ്രവചനം നടത്തുന്നു, ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു, എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ തോമസ് ചാഴികാടൻ MP ജയിച്ചു പോയിട്ട് ഇവിടെ നന്ദി പോലും പറയാൻ ഈ പിറവം ദേശത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പിറവത്തെ ജനങ്ങൾ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാൻ. അതിനാണ് ഒരു ഭാരവാഹി എന്ന നിലയിലും ഇവിടെ കേരള കോൺഗ്രസിൻ്റെ അനുഭാവിയായിരിക്കുന്ന ജോസഫ് മാണി ഗ്രൂപ്പിൻ്റെ ആളായി നിൽക്കുന്ന ജിൻസ് പെരിയപ്പുറത്തിനെ ഇതിൻ്റെ അകത്ത് ഞങ്ങളോടൊപ്പം ഈ ജനകീയ കൂട്ടായ്മയിലുണ്ട്. അപ്പോൾ അതുപോലെ ജനകീയ കൂട്ടായ്മയുടെ LDFകാരുണ്ട്, എല്ലാവരും ഉണ്ട് ഈ ജനകീയ കൂട്ടായ്മയിൽ. അത്രമാത്രം ജനങ്ങൾക്ക് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ കേരള കോൺഗ്രസിൻ്റെ ആൾ തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ജനകീയ കൂട്ടായ്മയെ കൂടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ. അതെല്ലാം വിജയം 100% ഉറപ്പുമാണ്. എന്താണ് ഇത്തരത്തിൽ അദ്ദേഹം തോൽക്കുമെന്ന കാര്യത്തിൽ ഇത്ര ഉറപ്പെന്താണ്? അദ്ദേഹം പിറവത്ത് മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും കേന്ദ്ര പദ്ധതികൾ യാതൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കാത്തൊരു വ്യക്തി മാത്രമാണ്. ഈ റബ്ബറിൻ്റെ പേര് പറഞ്ഞ് 2 പ്രാവശ്യം അവിടെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് മാത്രമാണ്. റെയിൽവേയുടെ വികസനമൊക്കെ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ പേരിൽ എഴുതി ചേർത്തത് നമ്മൾ പൊട്ടന്മാരല്ല എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ജനങ്ങളെ, ഈ പിറവത്തെ ജനങ്ങളെ, അതായത് പിറവം എറണാകുളം ജില്ലയിൽ കിടക്കുന്ന കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയോജകമണ്ഡലമാണ്, പാടെ അവഗണിച്ചു. ഞങ്ങൾക്ക് അതിൽ കടുത്ത അമർഷമുണ്ട്. ആ അമർഷം ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് മാത്രമാണ്. നമുക്കല്ലാണ്ട് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടോ ഉള്ള ഒരു എതിർപ്പ് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റേതായിട്ട് ചെയ്തു തരേണ്ടുന്ന സേവനങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വരെ ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ തനത് വിഭവമായ പിറവത്തിൻ്റെ മാത്രം പ്രത്യേകതയായ പിടി, അരിയും തേങ്ങയും ചേർത്തുള്ള വിഭവമാണ്. ആ വിഭവം പോത്ത്, ജീവനോടെയുള്ള പോത്തിനെ കാട്ടി ആ 2 പോത്തിനെ മേടിച്ച് ആ 2 പോത്തിനെ ആ പോത്തിൻ്റെ ഇറച്ചി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങൾ ഇതൊരു ഉത്സവമാക്കി മാറ്റുവാനാണ് ഞങ്ങളുടെ തീരുമാനം. വേവിച്ചാണോ കൊടുക്കുക? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കാറ്ററിങ്ങിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഇറച്ചിയായിട്ടാണ് തൂക്കിക്കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ച് ഒരു കാറ്ററിംഗുകാരൻ തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതും, അദ്ദേഹം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും, അദ്ദേഹം തന്നെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതും. ഞങ്ങളാരും അതിലൊന്നും നിൽക്കുന്നില്ല. ഞങ്ങളവിടെ മുൻനിരയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് തന്നെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഈ പാർട്ടിക്ക് അതീതമായിട്ട് ജനങ്ങളെല്ലാവരും ചേർന്നിട്ടാണോ ഇത് നടത്തുന്നത്? അതെ. ഇത് UDF വഞ്ചിച്ചിട്ട് പോയ ഒരാളാണ് നമ്മുടെ ചാഴികാടൻ. UDF വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നന്ദി പറയുവാൻ പോലും പുള്ളി സമയമെടുത്തിട്ടില്ല. അത് പറയുവാനുള്ള ധൈര്യം പോലും പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് പിന്നീട് നമുക്കറിയാം, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലമാണ് ഏറ്റവും ആദ്യം ഈ തവണത്തെ ലോക്സഭയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലും ഇവിടുത്തെ പൊതുജനങ്ങളെ, അല്ലെങ്കിൽ ഈ പിറവം മണ്ഡലത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ ആദ്യം തന്നെ ജോസ് കെ മാണി ഇട്ട് ചാഴികാടനെയാണ്. ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ജിൽസിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ ജിൽസിനെ പാടെ അവഗണിക്കുകയോ ചെയ്ത് എങ്കിൽ തീർച്ചയായിട്ടും വേണ്ടിയിരുന്നതായിരുന്നില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യു ഡി എഫിൻ്റെ ആൾക്കാരാണ്. UDF വഞ്ചിച്ചിട്ട് പോയതിൻ്റെ പ്രതിഷേധമാണ് തീർച്ചയായിട്ടും ഇതിൽ ചെയ്യുന്നത്. ഫ്രാൻസിസ് ജോർജ് 100% ജയിക്കുമെന്നുള്ള കാര്യത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആർക്കും തർക്കമില്ല. LDF പോലും അത് പറഞ്ഞിട്ടുമില്ല.
അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പിടിയും പോത്തും തനത് വിഭവം, പിറവത്തിൻ്റെ തനത് വിഭവമാണ്. പിറവത്ത് പൈതങ്ങളുടെ നേർച്ച എന്ന് പറയുന്നത് പിടിയും കോഴിയും ആയിട്ടാണ്. ഇത് കോഴി വിളമ്പി കൊടുക്കാൻ പാടായതുകൊണ്ടാണ് പിടിയും പോത്തുമാക്കിയത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എത്ര ഉണ്ട്? ജനങ്ങൾ ഭയങ്കര കട്ട സപ്പോർട്ടല്ലേ. ജനങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരിക്കുവാണ്. പിറവം ടൗണിലായി നടത്താൻ, നമ്മൾ രഹസ്യമായി എവിടെയല്ല, ഇത് പിറവം ടൗണിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. ആ 8 മണിക്ക് ഇലക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ജയിച്ചതായിട്ട് ഞങ്ങൾക്ക് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ്. അനാഥ മന്ദിരങ്ങളിൽ കൊടുക്കുന്നുണ്ട്. 2500 പേരെ ഇത് കാണുവാനും കേൾക്കുവാനുമായിട്ട് പിറവത്ത് എത്തിച്ചേരും. വലിയ ഒരു ആഘോഷം തന്നെ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഉറപ്പാണ് തോമസ് ചാഴിക്കാടൻ തോൽക്കുമെന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ ആ തോൽവി ആഘോഷിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും അതിലുപരി നാട്ടുകാരെല്ലാവരും. ഈ മണ്ഡലത്തോട് കാണിച്ച ഏറ്റവും വലിയ അവഗണനയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അവഗണനയാണോ നേരിട്ടത് ഇവിടെ? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ തോമസ് ചാഴികാടിന് വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്ത ജനങ്ങളാണ് പുറത്തുള്ളത്. അദ്ദേഹത്തിന് 1 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പുറത്തെ ജനങ്ങൾ ഉൾപ്പെടെ വർക്ക് ചെയ്തതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ UDF വഞ്ചിച്ച് മറുചേരിയിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ചെയ്തതന്നെ പിറവത്ത് അദ്ദേഹം ഈ ഒരു ടൈം പൂർത്തീകരിക്കുമ്പോൾ പിറവത്ത് ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം സഹായിച്ചിട്ടില്ല. പിറവം ജനതയെ പാടെ അവഗണിച്ച ശ്രീ തോമസ് ചാഴികാടൻ MPയോടുള്ള ഒരു പിറവത്തെ ജനങ്ങളുടെ രോഷപ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പിറവത്തെ ജനകീയ കൂട്ടായ്മ, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഒന്നുമില്ല. ആ പിറവത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് തോമസ് ചാഴികാടൻ്റെ പരാജയം ഇവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരു പിറവത്തെ പൗരാവലി നേതൃത്വത്തിൽ നടത്തുന്ന ഈ കൂട്ടായ്മ, അതിന് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വികാരമാണ്. അവരുടെ വികാരമാണ്. അവർ തന്നെ പൈസ ഉണ്ടാക്കി, പൈസ സംഘടിപ്പിച്ച് അവർ ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ തീർച്ചയായിട്ടും ആ പിറവത്തെ ജനങ്ങൾ ആ വികാരം ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. നമ്മൾ UDFിൻ്റെ നേതൃത്വത്തിലല്ലേ നടക്കുന്നത്. പക്ഷേ ആ കൂട്ടായ്മയുടെ ആ വികാരം, അതായത് വഞ്ചിച്ച അല്ലെങ്കിൽ ചതിച്ച ആ വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യമാണ് ജനങ്ങൾ ഈ പിറവത്തെ പൗരാവലി രംഗത്തിറങ്ങി ഏതാണ്ട് ഒരു 3 ലക്ഷം മുകളിൽ ചിലവുണ്ട്. അവർ തന്നെ പല അവരുടെ കണക്ഷൻ ഉപയോഗിച്ച് ഈ പൈസ സംഘടിപ്പിച്ച് നടത്തുന്ന ഈ പരിപാടി വലിയ വിജയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഇപ്പോൾ ഞാനിന്ന് പിറവം ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെല്ലാം ഇതിനോട് സഹകരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികം തീർച്ചയായിട്ടും ചാഴികാടൻ പിറവത്ത് ചെയ്ത ആ പിറവം ജനോട് ചെയ്ത വഞ്ചനയുടെ ഒരു ബാക്കി റിസൾട്ടാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ 8 മണിയോട് കൂടി തന്നെ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങുമെന്നാണ് ഈ സംഘാടകർ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നാളെ ആ വോട്ടെണ്ണി തീരുമ്പോൾ തന്നെ അറിയാം എന്തായിത്തീരും ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന്. പിറവം നഗരസഭയിലെ LDFിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപ്പുറം കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചാഴിക്കാടൻ്റെ പാർട്ടിയുടെ മെമ്പർ കൂടിയാണ്. അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ? ഇത് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം മാത്രമല്ല. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ചാഴികാടൻ MP പിറവം നിയോജകമണ്ഡലത്തിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം മാന്യനാന്ന് പറഞ്ഞ കള്ളത്തരത്തിലൂടെ പല ബുക്ക്ലെറ്റുകളും 4115 കോടിയുടെ കള്ളത്തരത്ത് വ്യാജമായിട്ട് മോദിയുടെ കേന്ദ്ര പദ്ധതി അടക്കം നിങ്ങൾ ആലോചിച്ച് ജലജീവൻ മിഷൻ 2100 എല്ലാ മണ്ഡലങ്ങളിലും കൊടുത്തേക്കണതാണ്. അതുപോലെ മറ്റേ അമൃത് പദ്ധതി 80 കോടി രൂപ, റെയിൽവേ ഡബിൾ ലൈനിങ് 925 കോടി രൂപ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇത് ചിങ്ങവനം തൊട്ട് വെള്ളൂർ അല്ല നമ്മുടെ മുളന്തുരുത്തി വരെയുള്ള മുറിച്ച് കളയേണ്ടി വരുമോ? പിന്നെ അമ്മമാർക്ക് മുല കൂട്ടുന്ന NHRMൻ്റെ കൗമാരക്കാർക്ക് എല്ലാ ബുക്ക്ലെറ്റ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വികസനമാണെന്ന് പറഞ്ഞു. ഇവിടെ അദ്ദേഹം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി, ആനുകൂല്യങ്ങളുണ്ടല്ലോ, അതുപോലെ ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്നതുകൊണ്ട്, റോഡുണ്ട്, ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നിട്ട് ഒന്നാമൻ നിർച്ച് ഞങ്ങളെ കബളിപ്പിച്ച് 4 വർഷം തിരിഞ്ഞു നോക്കാതെ ഇവിടെ കുറേ ഫ്ലെക്സ്, അതെങ്ങനെയാണെന്ന് അറിയാം, നല്ല കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സും അതുപോലെ തന്നെ കാര്യങ്ങൾ വെച്ച് ഞാൻ ഒന്നാമൻ, എന്നെ സ്നേഹിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ 5 വർഷം ആ MP നമ്മുടെ ഈ ലോകസഭയിൽ നശിപ്പിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ നേതാവ് വീണ്ടും നമ്മളെ അക്ഷരനഗരിയെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഇതാണ് കോട്ടയംകാരെ, അവരെ കബളിപ്പിക്കാൻ വേണ്ടി ആ നേതാവ് കൊണ്ട് നിർത്തി സ്ഥാനാർത്ഥിയാണ്. ഈ റിസൾട്ട് വരുന്നത് ഞങ്ങളിവിടെ ഒരു കോമാളിത്തരം കാട്ടുന്നില്ല. 2500 പേർക്ക് ഇവിടെ പിടിയും അതുപോലെ പോത്തും കൊടുക്കും. ഇതൊരു സന്ദേശമാണ്. ഇങ്ങനെയുള്ള ആളുകളെ മേലിൽ ഇനി കൊണ്ടുപോയി ഒരു നേതാവോ ഒരു പാർട്ടി കൊണ്ടുപോയി അവതരിപ്പിക്കരുത്. ഇവിടെ പിറവത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് വലിയൊരു ചെറിയ കാര്യങ്ങൾ, ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം വലിയ ആഘോഷമാണ്. നാളെ ആയിരക്കണക്കിന് ആളുകൾ വരും. പക്ഷേ ഇപ്പോൾ പല വിഭാഗങ്ങളുടെ ഇതെങ്ങനെയും തടസ്സപ്പെടുത്താൻ നോക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം ഒരിക്കലും വിജയിക്കില്ല. തീർച്ചയായിട്ടും. എന്തായാലും വലിയ ഉറപ്പിൽ തന്നെയാണ് ഈ സംഘാടകരെല്ലാവരും തന്നെ.
ഈ ജനങ്ങൾ പിറവത്തെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് എതിരാണ് എന്നാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് ഇത് കാത്തിരുന്ന് തന്നെ കാണാം ഇവരുടെ ആ ഒരു വിശ്വാസം എത്രത്തോളം സത്യമാകുമെന്ന്. കോട്ടയത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.